കേരളത്തിൻ്റെ കുരുമുളകിനൊരു പ്രത്യേകതയുണ്ട്. ലോകത്തെ ഏറ്റവും വിലയുള്ളത് കേരളത്തിൻ്റെ കുരുമുളകാണ്. ലോകത്ത് യൂറോപ്പിൽ ഒരു കാലത്ത് പണത്തിന് പകരമായിട്ട് കുരുമുളകിൻ്റെ മണി എണ്ണിക്കൊടുത്തിരുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് ആയിരക്കണക്കായ ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. ആയിരക്കണക്കായ ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ള സത്യമാണ്. എന്ത് പൈസക്ക് പകരം കുരുമുളക് എണ്ണി കൊടുക്കും. അതുകൊണ്ട് അതിന് ബ്ലാക്ക് ഗോൾഡ് എന്ന് പേര് വന്നു. അതാണ് കറുത്ത സ്വർണം. സ്വർണ്ണ നാണയത്തിന് പകരം എന്ത് കൊടുക്കും? കുരുമുളക്. കുരുമുളക് കൈവശമുള്ള ആളുകൾക്ക് യൂറോപ്പിൽ പ്രത്യേക നികുതി ഏർപ്പെടുത്തിയിരുന്നു. കേരളത്തിൽ നിന്ന് കുരുമുളക് കൊണ്ടുപോയിട്ട് കുരുമുളകിനെ പിന്നെ പത്തായത്തിലാക്കി വെച്ചാൽ അവർക്ക് പ്രത്യേക നികുതി വെക്കും സർക്കാർ. യൂറോപ്പിൽ എത്രയോ രാജ്യങ്ങളുണ്ട്. അതായത് അവർ വലിയ പൈസക്കാരാണ്, അവർക്ക് അത് പാത്രക്കാൻ കഴിയും. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്ത? കേരളത്തിൽ നിന്ന് കുരുമുളക് കൊണ്ടുപോയിട്ട് പത്തായത്തിലാക്കി വെച്ചാൽ എന്നിട്ട് സർക്കാരിൻ്റെ ആളുകൾ വന്ന് കണക്കെടുക്കും. ഒരു റാത്തലോ 10 റാത്തലോ എത്ര ഈ റാത്തലുകൾക്കനുസരിച്ച് അവർ നികുതി കൊടുക്കണം അവരെ സർക്കാരിന്. എന്തുകൊണ്ട്? അവരുടെ സാമ്പത്തികമായ മെജോറിറ്റി അളന്നിരുന്ന അളവ് മാനദണ്ഡമായിട്ടാണ്, സാമ്പത്തിക മെജോറിറ്റിയുടെ അളവിൻ്റെ മാനദണ്ഡമായിരുന്നു കേരളത്തിലെ കുരുമുളകിന് എത്ര അളവിലാണ് അവർ കൈവശം വെച്ചത്, അതിനനുസരിച്ചാണ് അവർ സമ്പന്നനായി കണക്കാക്കിയിരുന്നത്. അങ്ങനെ ഒരു കാലം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ആലോചിക്കും. പിൽക്കാലഘട്ടത്തിൽ പലയിടത്തും കൊണ്ടുപോയിട്ടുണ്ട്. അയ്യോ, ചില നാട്ടുകാർ കുരുമുളകിൻ്റെ വള്ളി കൊണ്ടുപോയപ്പോൾ ആരോ ഒന്ന് സാമൂതിരിയോട് പറഞ്ഞു അവർ കുരുമുളകിൻ്റെ വള്ളി കൊണ്ടുപോയി. അപ്പോൾ ജ്ഞാനിയാണ് സാമൂതിരി. ജ്ഞാനിയായ സാമൂതിരി പറയുന്ന മറുപടി, അവർ ഞാറ്റുവേല കൊണ്ടുപോകില്ലല്ലോ, അവർ കുരുമുളകിൻ്റെ വള്ളിയല്ലേ കൊണ്ടുപോകുള്ളൂ. അതായത് വേറെ നാട്ടിലുണ്ടായ കുരുമുളകും കേരളത്തിലെ കുരുമുളകിനും വ്യത്യാസമുണ്ട്. ഇവിടെ കൃത്യമായ ഞാറ്റുവേല ഉണ്ട്. ഈ ഞാറ്റുവേലക്കനുസരിച്ചാണ് ഇത് വളരുക. ഈ ഋതുഭേദങ്ങൾക്കനുസരിച്ച് വരുന്ന ഞാറ്റുവേല, തിരുവാതിര ഞാറ്റുവേല, ഇങ്ങനെ ഓരോ ഞാറ്റുവേല ഉണ്ട്. ഈ ഞാറ്റുവേലകൾ ലോകത്തിലൊക്കെ കൊണ്ടുപോകാൻ കഴിയില്ല. അത് ഇവിടുത്തെ ക്ലൈമറ്റാണ്. ഈ ക്ലൈമറ്റിൽ വളരണം. ഇപ്പോൾ കേരളത്തിൽ ഒരു കുരുമുളകിൻ്റെ വള്ളി വളരുന്നത് ചിലപ്പോൾ ഡൽഹിയിൽ വളർന്നൂടെ? വളരാം. പക്ഷേ ഇവിടുത്തെ ഞാറ്റുവേല അല്ല അവിടെ. അതുകൊണ്ട് ഈ ഒരു ആരോഗ്യവത്തായ അളവിൽ ആ വിഭവത്തെ വിളയിച്ചെടുക്കാൻ മറ്റൊരു നാട്ടിൽ കഴിയില്ല. വലിയ വില കൊടുക്കണം. ഇന്നിപ്പോൾ കുരുമുളകിൻ്റെ ലോകത്തെ ഏറ്റവും കൂടുതൽ കുരുമുളകിൻ്റെ കൃഷിയായി കൊണ്ട് അറിയപ്പെട്ട ഒരു രാജ്യം, നാട് ലോകത്ത് കേരള. ഇന്ന് നമുക്ക് തീരല്ലാത്ത കൃഷിയാണ് എന്ത്? കുരുമുളക്. സാധനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്താ ഉണ്ടായത്? അതുകൊണ്ടുണ്ടായത് ലോകത്തിന് വരുന്ന ഏറ്റവും ഗുണമുള്ള കുരുമുളക് നഷ്ടപ്പെട്ടു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കുരുമുളക് നട്ടുപിടിപ്പിച്ച് വളർത്തിയപ്പോൾ